ഹൈ മക്കളെ, once again welcome back to Ejuport. Yes, നാളെ പരീക്ഷയാണ്. ടെൻഷനും പേടിയൊന്നും വേണ്ട. ഞാൻ അതേ ആ ഒരു കാര്യം നിങ്ങളോട് പറയാണ്. നിങ്ങൾ പഠിച്ചത് എന്താണോ അതേ പരീക്ഷയ്ക്ക് വരുള്ളൂ. ആ ഒരു കോൺഫിഡൻസ് തന്നെ നാളെ എക്സാം ഹാളിൽ എത്തുന്നവരെ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കുക. നമ്മൾ എന്താണോ പഠിക്കുന്നത് അതേ പരീക്ഷയ്ക്ക് വരുള്ളൂ. അല്ലാതെ ഞാൻ പഠിക്കാത്തത് വരുമല്ലോ സാറേ എന്നാലോചിച്ച് ഒരു കുട്ടി പോലും എന്ത് ചെയ്യണ്ട, ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾക്ക് വേണ്ട സാധനം ഞങ്ങൾ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നന്നായി പഠിക്കുക, നന്നായി പ്രാക്ടീസ് ചെയ്യുക. വേറെ ഒന്നുമില്ല, വേറെ അതിനെ പറ്റി ഒന്നും ആലോചിക്കണം. നാളെ കൂളായി പരീക്ഷ എഴുതാൻ പോവാ, എഴുതാ പോരാ, ബാക്കിയൊക്കെ നമുക്ക് പിന്നെ നോക്കണം. ജീവിതം എത്ര മുന്നോട്ട് നടക്കുന്നല്ല. പിന്നെ അപ്പൊ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരു 30 മാർക്ക് നിങ്ങളുടെ പേപ്പറിൽ റെഡിയാക്കുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആദ്യ ചോദ്യം, what were the main factors responsible for the dominance of Congress party in the first 3 general election? അതായത് ആദ്യത്തെ 3 പൊതു തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് പാർട്ടിക്ക് ആധിപത്യം നേടാൻ സഹായിച്ച ഘടകങ്ങൾ എന്തൊക്കെ? എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും സ്ഥിരമായി ചോദിക്കുന്ന ടോപ്പിക് ആണ്. ആൻഡ് ബേസിക്കലി നമ്മൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് കോൺഗ്രസ് പാർട്ടിയുടെ ആധിപത്യം, ഡോമിനൻസ് അല്ലെ. പ്രധാനമായും ഇത്രയും കാര്യങ്ങളാണ് കോൺഗ്രസ് പാർട്ടി തുടർച്ചയായ 3 തെരഞ്ഞെടുപ്പിൽ എന്താണ് ആ ഒരു മേധാവിത്വം കിട്ടാൻ കാരണം. ഒന്ന് ലെഗസി ഓഫ് കോൺഗ്രസ് അല്ലെ. കോൺഗ്രസ് പാർട്ടിയുടെ ലെഗസി എങ്ങനെ? ഫ്രീഡം സ്ട്രഗിൾ, സ്വാതന്ത്ര്യ സമര രംഗത്ത് വളരെ സജീവമായിരുന്നു. ആ ഒരു ലെഗസി, സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു പങ്ക് നാഷണൽ കോൺഗ്രസിന് ഉണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യം, ചെരിഷ്മാറ്റിക് ലീഡർഷിപ്പ് ഓഫ് നെഹ്റുവിന്റെ നേതൃത്വം അല്ലെങ്കിൽ നെഹ്റുവിന്റെ ഒരു വ്യക്തി പ്രഭാവം. നെഹ്റു എന്ന് പറഞ്ഞ വലിയൊരു ലീഡറെ മുന്നിൽ നിർത്തി. നമ്മൾ കഴിഞ്ഞ നമ്മുടെ ഇലക്ഷനിൽ കോൺഗ്രസ് നമ്മുടെ രാഹുൽ ഗാന്ധിയെ മുൻനിർത്തി കേരളത്തിൽ മൊത്തം കോൺഗ്രസ് അടിച്ചില്ല. അതുപോലെ തന്നെ നെഹ്റുവിനെ മുന്നിൽ നിർത്തിയിട്ടായിരുന്നു കോൺഗ്രസ് ഇത് മുഴുവൻ അടിച്ചമർത്തിയത് അല്ലെങ്കിൽ തിരിച്ചു പിടിച്ചത്. അതായത് സ്ട്രോങ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. എന്താണ് കോൺഗ്രസിന്റെ പാർട്ടിയുടെ കെട്ടുറപ്പ്? വളരെ സ്ട്രക്ചേർഡ് പാർട്ടിയായിരുന്നു. അതായത് രാജ്യത്തെ എല്ലാ സ്ഥലത്തും വ്യാപിച്ചു കിടക്കുന്ന പാർട്ടിയാണ്. വ്യാപിച്ചു കിടക്കുന്ന പാർട്ടി എന്ന് മാത്രമല്ല, എല്ലാ ഗ്രാമങ്ങളിലും അതുപോലെ തന്നെ ആളുകളുടെ ഹൃദയത്തിലൊക്കെ നിൽക്കുന്ന, അതായത് ഒരു വെൽ ഓർഗനൈസ്ഡ് സ്ട്രക്ചറുള്ള പാർട്ടിയായിരുന്നു കോൺഗ്രസ് പാർട്ടി. അതുപോലെ നാഷണൽ വൈഡ് പൊളിറ്റിക്കൽ പാർട്ടി, ഒരു രാജ്യത്താകെ പേരുള്ള പാർട്ടിയായിരുന്നു, ഒരു നാഷണൽ പാർട്ടിയായിരുന്നു. ആബ്സെൻസ് ഓഫ് സ്ട്രോങ് ഒപ്പോസിഷൻ പാർട്ടീസ്. ആ സമയത്ത് ഒരു കെട്ടുറപ്പുള്ള മറ്റു പാർട്ടികളുടെ അഭാവം, അതായത് കോൺഗ്രസ് പാർട്ടിയെ എതിർത്ത് നിൽക്കാൻ സാധിക്കുന്ന ഒരു പ്രതിപക്ഷ പാർട്ടികളൊന്നും അന്ന് സജീവമായി ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ എന്താണ്, പിന്നെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളാനുള്ള ശേഷി കോൺഗ്രസ് പാർട്ടിക്ക്, എല്ലാ മതവിഭാഗത്തിലെയും എല്ലാ സമൂഹത്തിലെയും എല്ലാ ആളുകളെയും ഉൾക്കൊള്ളാനുള്ള ശേഷി കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അഡ്വാൻറ്റേജ് ഓഫ് റിലേറ്റീവ് മെജോറിസം. അന്ന് നമ്മൾ അല്ലെങ്കിൽ അന്നും ഇന്നൊക്കെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന സംവിധാനം ഉണ്ടായിരുന്നു, കേവല ഭൂരിപക്ഷ വ്യവസ്ഥയായിരുന്നു അല്ലെ. അതിന്റെ ഒരു ഗുണം കൂടി അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഈ കാര്യങ്ങൾ പഠിച്ചു വെക്കുക. 5 മാർക്കിന് വെച്ചത് മൊത്തം എഴുതണം. ഒരു 4 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ ഒരു 2, 4, ഒരു 5 പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്ത് എഴുതി വെച്ചാൽ മതി. ചോദിക്കുക എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. എത്ര മാർക്കിന് മാത്രം കൺഫ്യൂഷൻ ഉള്ളൂ, പഠിച്ചു വെക്കുക. അടുത്ത്, റൈറ്റ് ഇൻ 3 ഒബ്ജക്റ്റീവ് ഓഫ് ജവഹർലാൽ നെഹ്റു ഫോറിൻ പോളിസി. ജവഹർലാൽ നെഹ്റുവിന്റെ വിദേശ നയത്തെ പറ്റി ചോദിക്കാറുണ്ട് മക്കളെ. ഇമ്പോർട്ടന്റ്, അദ്ദേഹത്തിന്റെ ഒബ്ജക്റ്റീവിനെ പറ്റി ചോദിക്കാറുണ്ട്, പഠിച്ചു വെക്കുക. എന്തൊക്കെയാ അദ്ദേഹത്തിന്റെ ഒബ്ജക്റ്റീവ്? ഒന്ന്, ടു പ്രിസർവ് ദ ഹാർഡ് ഏൺ സോവറിനിറ്റി അല്ലെ. നമ്മൾ വളരെ കഠിനാധ്വാനത്തോടെ നമ്മൾ നേടിയെടുത്ത നമ്മുടെ രാജ്യത്തിന്റെ പരമാധികാരമുണ്ട്, അത് സംരക്ഷിക്കലായിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലെ. ഏൺഡ് സോവറിനിറ്റി അല്ലെങ്കിൽ പ്രിസർവ്, അത് നമ്മൾ എന്ത് ചെയ്യാം, സംരക്ഷണം. രണ്ടാമതോ, പ്രൊട്ടക്ട് ദ ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റി. എന്താണ്, ഭൂപരമായ ഐക്യം കാത്തു സൂക്ഷിക്കുക. ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റി, നമ്മുടെ രാജ്യത്തിനുള്ളിൽ ഒരു ഇന്റഗ്രിറ്റി ഉണ്ട്, ഒരു ഐക്യമുണ്ട്, അത് നമുക്ക് നിലനിർത്തണം. ടു പ്രൊമോട്ട് ആൻഡ് റാപ്പിഡ് എക്കണോമിക് ഡെവലപ്മെന്റ്, ത്വരിതഗതിയിലുള്ള സാമ്പത്തിക വികസനം എന്ത് ചെയ്യുക, ഉറപ്പാക്കുക. അതായത് പതുക്കെയുള്ള വികസനം പോരാ, ത്വരിതഗതിയിലുള്ള ഒരു സാമ്പത്തിക വികസനം നമ്മുടെ രാജ്യത്ത് ഉറപ്പാക്കുക. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കുക. അടുത്ത നമുക്ക് റൈറ്റ് ദ പ്രോഗ്രാം വിച്ച് ഇന്ത്യ അഡോപ്റ്റ് ദ റിസോൾവ് ദ ഫുൾ ക്രൈസിസ് ഓഫ് 1960. 1960-കളിലെ ഭക്ഷ്യക്ഷാമം നികത്താൻ വേണ്ടി ഇന്ത്യ അഡോപ്റ്റ് ചെയ്ത മെത്തേഡ് ഏതാ? നമുക്കറിയാം, ഏതാണ്? ഗ്രീൻ റവല്യൂഷൻ അല്ലെ, പഞ്ചവത്സര പദ്ധതികൾ. അപ്പൊ ഗ്രീൻ റവല്യൂഷന്റെ പോസിറ്റീവും നെഗറ്റീവും എക്സാമിന് ചോദിക്കാറുണ്ട്, നിർബന്ധമായും പഠിച്ചു വെക്കണം. അപ്പൊ നിങ്ങൾ ആദ്യം എന്താ ഗ്രീൻ റവല്യൂഷൻ ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്താ, ഒരു മോഡേൺ ഫാമിംഗ് മെത്തേഡാ. എന്തൊക്കെ ഉപയോഗിച്ചിട്ട്? നമ്മുടെ HIV സീഡ്സ്, കെമിക്കൽ പെസ്റ്റിസൈഡ്സ്, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, അല്ലെങ്കിൽ ഇറിഗേഷൻ ഫെസിലിറ്റീസ്, ജലസേചന സൗകര്യങ്ങൾ, ഇതെല്ലാം കൂടി ഉപയോഗിച്ചൊരു മോഡേൺ രീതിയിൽ കൃഷി ചെയ്യുന്നതിനെ വിളിക്കുന്നവരാണ് എന്താ, ഗ്രീൻ റവല്യൂഷൻ, ഹരിത വിപ്ലവം. അതിന്റെ ഗുണങ്ങളാണ് ആദ്യം നോക്കാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ്? എൻഷുർ ഫുഡ് സെക്യൂരിറ്റി. നമുക്ക് എന്ത് ഉറപ്പാക്കാൻ സാധിച്ചിട്ടുണ്ട്? ഭക്ഷ്യ സുരക്ഷ ഉറപ്പുവരുത്താൻ സാധിച്ചു. അതുപോലെ ഇൻക്രീസ്ഡ് ഫുഡ് പ്രൊഡക്ഷൻ, എന്ത് ചെയ്തു, ഭക്ഷ്യ ഉൽപാദനം നമുക്ക് കൂട്ടാൻ വേണ്ടി സാധിച്ചു. ഇൻട്രൊഡ്യൂസ് ഹൈ yielding വെറൈറ്റി സീഡ്സ്, അതുപോലെ തന്നെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആൻഡ് ഇൻട്രൊഡ്യൂസ് സയന്റിഫിക് ഇറിഗേഷൻ ഫെസിലിറ്റീസ്. നമ്മൾ എന്ത് ചെയ്തു, ശാസ്ത്രീയ ജലസേചന സൗകര്യങ്ങൾ നമ്മൾ കൊണ്ടുവന്നു. ഗവൺമെന്റ് താങ്ങുവില പ്രഖ്യാപിച്ചു. ഈ താങ്ങുവില എന്ന് പറഞ്ഞാൽ കർഷകരുടെ പ്രൊഡക്റ്റിന് അവരൊരു ആരും വാങ്ങിയില്ലെങ്കിലും ആര് വാങ്ങും, ഗവൺമെന്റ് വാങ്ങും അല്ലെ. അങ്ങനെ ഒരു താങ്ങുവില, ഒരു ഫ്ലോർ പ്രൈസ് പ്രഖ്യാപിച്ചു. അതുപോലെ ലാൻഡ് റിഫോംസ്, ജമീന്ദാരിസം നമ്മൾ അബോളിഷ് ചെയ്തു. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ കാർഷിക മേഖലയിൽ കൊണ്ടുവന്നാണ് എന്ത്,
ഗ്രീൻ റെവല്യൂഷൻ, ഹരിത വിപ്ലവം എന്ന് പറയുന്നത് നിർബന്ധമായും ഇതിന്റെ പോസിറ്റീവ് പഠിച്ചു വെക്കണം, അതിന്റെ കൂടെ തന്നെ ഇതിന്റെ നെഗറ്റീവും പഠിച്ചു വെക്കണം. എന്തൊക്കെ നെഗറ്റീവാ? ഇത് നെഗറ്റീവ് എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുന്നത്, ഹരിത വിപ്ലവം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ എല്ലാ കർഷകർക്കും അതിന്റെ ഗുണം കിട്ടിയിട്ടില്ല, കുറച്ച് വിഭാഗം ആളുകൾക്ക് മാത്രം അതിന്റെ ഗുണം കിട്ടിയിട്ടുള്ളൂ. നോക്ക് നിങ്ങൾ, ദ ബെനിഫിഷ്യറീസ് ഓഫ് സ്കീം വേർ ദ ഫാമേഴ്സ് ആൻഡ് റിച്ച് ഫാമേഴ്സ് ആൻഡ് ലാൻഡ് ലോസ് ആൻഡ് ഇഗ്നോർ അതർ സെക്ടർ ഓഫ് ദ എക്കോണമി. പ്രധാനമായും എന്താണ്, വലിയ പണക്കാരായ ഫാമേഴ്സിന് മാത്രം അതിനെ ഗുണം കിട്ടിയിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇതിന്റെ ഗുണം നമ്മുടെ എക്കോണമിയിലെ മറ്റു പല സെക്ടേഴ്സിലേക്ക് എന്ത് ചെയ്തില്ല, വ്യാപിക്കാൻ സാധിച്ചില്ല. അതേപോലെ ഇവിടെ പഞ്ചാബിലെയും ഹരിയാനയിലെയും വെസ്റ്റേൺ ഉത്തർപ്രദേശിലെയും ഒക്കെ ഫാമേഴ്സിന് മാത്രമാണ് ഇതിന്റെ ഗുണം ലഭിച്ചത്. അതുപോലെ തന്നെ നോക്കി നിങ്ങൾ, ജന്മിമാർ അതിസമ്പന്നനായപ്പോൾ സാധാരണ കർഷകർ വീണ്ടും ദരിദ്രരായി തുടർന്നു. രാസവളങ്ങളും കീടനാശികളുടെയും അമിത പ്രയോഗം പരിസ്ഥിതി മലിനീകരണത്തിന് കാരണമായി. നമുക്കറിയാം ഈ ഒരു HIV സീഡ്സ് ഉപയോഗിക്കുമ്പോൾ അമിതമായി എന്താണ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സും ഒക്കെ ഉപയോഗിക്കണം, അതായത് കീടനാശിനികളൊക്കെ ഉപയോഗിക്കണം. സ്വാഭാവികമായിട്ടും ഇതിങ്ങനെ അമിതമായി ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മണ്ണ് എന്ത് ചെയ്തു, ആ മണ്ണ് നശീകരണത്തിന് കാരണമായിട്ടുമുണ്ട്. ഇത് നോട്ട് ചെയ്ത് വെക്കുക, പഠിച്ചു വെക്കുക. ഇനി എന്താ അടുത്ത ചോദ്യം മക്കൾ നോക്കൂ. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്, what are the major thrusts of the first 5-year plan and which was the second different from first one? അതായത് ആദ്യത്തെ പഞ്ചവത്സര പദ്ധതിയുടെയും രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെയും വ്യത്യാസമാണ് ചോദിക്കുന്നത്. ഈ ഒരു ടോപ്പിക് പഞ്ചവത്സര പദ്ധതിയുടെ ടോപ്പിക്കിൽ എന്തായാലും ചോദ്യങ്ങൾ വരും. നിങ്ങൾ ഈ ഒരു കാര്യം പഠിച്ചു വെച്ചാൽ തന്നെ ഈ ടോപ്പിക്കിൽ നിന്ന് ചോദിക്കുന്ന എല്ലാ ചോദ്യം നിങ്ങൾക്ക് എഴുതാം, അല്ലെങ്കിൽ ഏത് ചോദ്യത്തിനും ഉത്തരം എഴുതാം. നോക്കൂ, ആദ്യം ഒന്നാം പഞ്ചവത്സര പദ്ധതി, സെക്കൻഡ് ഈ രണ്ടാണ് പ്രധാനമായി നമുക്ക് കമ്പയർ ചെയ്ത് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ ആരാ? ശരിക്കും ഒന്നാമതോ രണ്ടാമതോ പഠിക്കാനേ എളുപ്പമാണ്, കാരണം ഇതൊക്കെ വളരെ അടുത്തടുത്ത് വന്നതിനെ കൊണ്ട് കൂടുതൽ കൺഫ്യൂഷൻസ് അവിടെ വരില്ല. ഇവിടെ 1951 to 56 1951 മുതൽ 56 വരെയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി. അതിൽ ആരായിരുന്നു? KN രാജ്. അതായത് ഒന്നാം പഞ്ചവത്സര പദ്ധതി എഴുതിയ ആളാണ് KN രാജ്. അതുകൊണ്ട് ഈ പ്ലാൻ എന്ത് പേരിൽ അറിയപ്പെടുന്നുണ്ട്? KN രാജ് പദ്ധതി അല്ലെങ്കിൽ KN രാജ് പ്ലാൻ എന്ന പേരിലൂടെ അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ 56 to 61 ആണ് ആരാണ്? PC മഹാലാനോബിസ് ആണ്. PC മഹാലാനോബിസ് കൊണ്ടുവന്നാണ്, നോട്ട് ചെയ്ത് നോക്കുക. ഇനി അതുപോലെ ഇതെന്താണ്? ഇത് അഗ്രികൾച്ചർ പ്ലാൻ അല്ലെങ്കിൽ കാർഷിക പദ്ധതി അല്ലെ, കൃഷിയാണ് നമ്മൾ കൂടുതൽ ഇവിടെ ഇമ്പോർട്ടൻസ് നൽകി അല്ലെ. അതുകൊണ്ട് കൃഷിക്കാണ് നമ്മൾ ഇവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകി. ഇവിടെ നമ്മൾ വ്യവസായമാണ് അല്ലെ, വ്യവസായത്തിന് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകിയത്. ഇനി എന്താണ്? ഇതെന്താണ്? പതുക്കെ അല്ലെ, പതുക്കെ ഒരു ഗ്രോത്ത് എന്നായിരുന്നു നമ്മുടെ ഒന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമെങ്കിൽ, രണ്ടാമതോ റാപ്പിഡ് ഗ്രോത്ത് ആണ് സെക്കൻഡ് 5 year. എന്താ റാപ്പിഡ് ഗ്രോത്ത്? ദ്രുതഗതിയിൽ, അതായത് വേഗം വളരെ അല്ലെങ്കിൽ വേഗം വളർച്ച എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം ഫസ്റ്റ് 5 year നമ്മൾ കൃഷിക്ക് നമ്മൾ ഇന്ന് വിത്തിട്ടിട്ട് നാളെ മുള വരണം എന്ന് പറഞ്ഞാൽ നടക്കൂല. അതുകൊണ്ട് പതുക്കെയുള്ള ഒരു ഗ്രോത്ത് ആയിരുന്നു. പക്ഷേ സെക്കൻഡ് 5 year പ്ലാൻ അങ്ങനെയല്ല, വളരെ ഒരു റാപ്പിഡ് ഗ്രോത്ത് ആണ് നമ്മൾ ഉദ്ദേശിച്ചത്. അതുപോലെ ഇവിടെ നമ്മൾ കൃഷിക്കാണ് ഇമ്പോർട്ടൻസ്, ഇവിടെ നമ്മൾ ഹെവി ഇൻഡസ്ട്രീസിന് നമ്മൾ ഇമ്പോർട്ടൻസ് നൽകിയത്. അതേപോലെ ഫസ്റ്റ് 5 year പ്ലാന്റെ ഭാഗമായി നമ്മൾ ഇന്ത്യയിൽ നടപ്പിലായ കാര്യങ്ങൾ എന്തൊക്കെയാ? ബക്കണങ്കൽ ഡാം ഉണ്ട്, ഹിറാക്കുണ്ട് ഡാം ഉണ്ട്, ഇതൊക്കെ ആ സമയത്ത് വന്നാണ്. സെക്കൻഡ് 5 year പ്ലാൻ ആയിട്ടോ ഇവിടൊക്കെ വലിയ ഇൻഡസ്ട്രികളാണ് അല്ലെ, അതായത് നമുക്ക് ഇലക്ട്രിസിറ്റി, അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി, റെയിൽവേ സംവിധാനങ്ങൾ, ഇതൊക്കെ ഏത് സമയത്താണ്? ഈ സെക്കൻഡ് 5 year പ്ലാന്റെ സമയത്താണ്. ഇതൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം, എക്സാമിന് പലപ്പോഴും മാറി ചോദിക്കുന്നതാണ്. റെഡി. In India is emerging as a great power in the international politics. Explain India's claim prevent permanent membership of UN Security Council. അതായത് എപ്പോഴും ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, ഇന്ത്യ ഇന്ന് ലോകത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന രാജ്യമാണ്. ഇന്ത്യ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ UN-ന്റെ സ്ഥിര അംഗമായിട്ട് ഇന്ത്യക്കാരുടെ സീറ്റ് വേണമെന്നുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ചില ഡിമാൻഡ്സ് പറയുന്നത്. എനിക്ക് ഇന്ന കാര്യങ്ങളുണ്ട്, പിന്നെ നിങ്ങൾ എന്താ എനിക്ക് സീറ്റ് തരാത്തതെന്ന് ഇന്ത്യ ചോദിക്കുന്നു അല്ലെ. എന്തൊക്കെ ഇന്ത്യ പറയുന്ന കാര്യങ്ങൾ? ഇന്ത്യ പറയുന്ന ഒന്നാമത്തെ കാര്യം, ഇന്ത്യ എന്താണ്? ഇന്ത്യ ഒരു ലാർജ് അല്ലെ, ഇന്ത്യ ഇസ് എ ഫാസ്റ്റ് ഗ്രോയിങ് എക്കോണമി. വളർന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ലോക രാജ്യങ്ങളോട് മുട്ടി നിൽക്കാൻ ഇന്ത്യക്ക് സാധിക്കുന്നതാണ് ഇന്ത്യ പറയുന്നത്. രണ്ടാമതോ എ മേജർ മിലിറ്ററി പവർ, പ്രധാനപ്പെട്ട ഒരു സൈനിക ശക്തി ഇന്ത്യക്ക് ഉണ്ട്. എ സബ്സ്റ്റാൻഷിയേറ്റ് കോൺട്രിബ്യൂഷൻ ടു UN ബഡ്ജറ്റ് അല്ലെ, UN ബഡ്ജറ്റിലേക്ക് വലിയൊരു വിഹിതം നൽകുന്ന രാജ്യം കൂടിയാണ് ഇന്ത്യ അല്ലെ, സാമ്പത്തികമായിട്ട് കോൺട്രിബ്യൂഷൻ നൽകുന്ന രാജ്യം കൂടിയാണ്. എ ബിഗ് നാഷൻ ഇൻ ടേംസ് ഓഫ് പോപ്പുലേഷൻ, ജനസംഖ്യയുടെ കാര്യത്തിലാണെങ്കിലോ ഇന്ന് നമ്മുടെ ടെക്സ്റ്റിന്റെ സിലബസിലൊക്കെ രണ്ടാം സ്ഥാനത്താണെങ്കിൽ ഇന്ന് നമ്മൾ ഒന്നാം സ്ഥാനത്താണ് അല്ലെ. അതുപോലെ ലാർജസ്റ്റ് ഡെമോക്രാറ്റിക് കൺട്രി, വാല്യൂ ടു ഹ്യൂമൻ റൈറ്റ് അല്ലെ, ജനാധിപത്യത്തെയും മനുഷ്യാവകാശത്തെയും മാനിക്കുന്ന വളരെയധികം മൂല്യം കൽപ്പിക്കുന്ന രാജ്യമാണ്. ആൻഡ് ഡൈവേഴ്സിറ്റി ഇൻ ടേംസ് ഓഫ് ജിയോഗ്രഫി, എക്കണോമിക് സിസ്റ്റം ആൻഡ് കൾച്ചർ, ഭൂമിശാസ്ത്രപരമായി സാംസ്കാരിക വൈവിധ്യമുള്ള രാജ്യമാണ്. ഇന്ത്യ ഹാസ് എ ആക്റ്റീവ് പാർട്ടിസിപ്പേറ്റ് ഇൻ UN ഇനിഷ്യേറ്റീവ്. UN-ന്റെ പല സന്ദർഭങ്ങളിലും അല്ലെങ്കിൽ UN-ന്റെ പല ഇനിഷ്യേറ്റീവിലും ഇന്ത്യ വളരെ ആത്മാർത്ഥമായി അതിന്റെ ഭാഗമാവാറുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എക്സാമിന് ചോദിച്ചാൽ എഴുതി വെക്കണം. പലപ്പോഴും ചോദിക്കാറുണ്ട് എന്തൊക്കെയാണ് ഇന്ത്യയുടെ യോഗ്യത, അല്ലെങ്കിൽ ഇന്ത്യ എന്തൊക്കെ ഡിമാൻഡ്സ് ആണ് ഇന്ത്യയുടെ യോഗ്യതയായിട്ട് മുന്നോട്ട് വെക്കുന്നത്, പഠിച്ചു വെക്കുക. അടുത്ത് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ കോൺസിക്വൻസ് ഓഫ് ഷോക്ക് തെറാപ്പി. അടുത്ത മക്കളെ ഷോക്ക് തെറാപ്പി എന്താന്നുള്ളത്, പലർക്കും ഷോക്ക് തെറാപ്പിന്റെ ഒരു ഐഡിയ എന്താണെന്ന് ഇപ്പോഴും മനസ്സിലായില്ല. ഷോക്ക് തെറാപ്പി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ, USSR എന്താണ്, സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോ, സോവിയറ്റ് യൂണിയൻ തകർന്ന് 15 രാജ്യമായി മാറില്ല, ആ ഒരു സംവിധാനം തകർന്നു. അങ്ങനെ അവിടെ ലിബറേറ്റ് ആയ സ്വാതന്ത്ര്യം കിട്ടിയ പല രാജ്യങ്ങളും അവരുടെ എക്കോണമി അത്രയും കാലം അവർ ഫോളോ ചെയ്ത സോഷ്യലിസ്റ്റ് എക്കോണമി ആയിരുന്നോ, ആ സോഷ്യലിസ്റ്റ് അല്ലെ, ആ സോഷ്യലിസത്തിൽ നിന്നും അവരെങ്ങോട്ട് മാറുകയാണ്?
ഒരു ക്യാപിറ്റലിസത്തിലേക്ക് മാറി, ഒരു മുതലാളിത്തത്തിലേക്ക് മാറി അല്ലെ. ആ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ അവരുടെ എക്കോണമിയെ മാറ്റിയപ്പോ, അത്രയും കാലം ഇല്ലാത്തൊരു മാറ്റം കൊണ്ടുവന്നപ്പോ അവർക്ക് പിന്നെ പറ്റിയ പ്രോബ്ലംസ് അല്ലെങ്കിൽ ആ ഒരു ട്രാൻസിഷൻ പീരീഡിനെയാണ് നമ്മൾ എന്ത് പേരിൽ വിളിക്കുന്നത്, ഈ പറയപ്പെടുന്ന ഷോക്ക് തെറാപ്പി എന്ന പേരിൽ വിളിക്കുന്നത്. എന്തൊക്കെയാ ഷോക്ക് തെറാപ്പിയുടെ ആഘാതങ്ങൾ? പ്രധാനമായി നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റ് കൺട്രോൾ ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് കൊളാപ്സ്, അതായത് എന്താണ്, റഷ്യയുടെ വൻകിട വ്യവസായ സ്ഥാപനങ്ങൾ എന്ത് ചെയ്തു, തകർന്നടിഞ്ഞു. അതുപോലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പാഴ്വസ്തു വിൽപ്പന അല്ലെ, അതെന്താ നോക്ക് നിങ്ങൾ, ലാർജ് ഗാരേജ് സെയിൽ ഇൻ ഹിസ്റ്ററി, അതായത് ചരിത്രത്തെ ഏറ്റവും വലിയ പാഴ്വസ്തു അല്ലെങ്കിൽ ഈ ഒരു ലാസ്റ്റ് ഗാരേജ് സെയിൽ ഇൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ അവിടെ ആരുടെ കയ്യിലും പൈസ ഇല്ല, അവരെന്ത് ചെയ്യണം, അവരുടെ കയ്യിൽ കിട്ടിയ സാധനങ്ങളൊക്കെ വേഗം വിറ്റ് പോവുക. ഗവൺമെന്റ് തന്നെ പല സാധനങ്ങളും എന്ത് ചെയ്യാണ്, സ്വകാര്യ വ്യക്തികൾ ഇങ്ങനെ വിറ്റുകൊണ്ടിരിക്കുക. വിറ്റ് ആ കിട്ടുന്ന പൈസക്കാണ് അവർ ജീവിക്കുന്നത്. അത്രയും എന്ത് ചെയ്തു, ആ എക്കോണമി തകർന്നു. അതുപോലെ തന്നെ റൂബിളിന്റെ വാല്യൂ കുറഞ്ഞില്ല. റൂബിൾ എന്ന് പറഞ്ഞാൽ എന്താ, റൂബിളിന്റെ മൂല്യം കുറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റൂബിൾ എന്ന് പറഞ്ഞ അവിടുത്തെ കറൻസി, അവിടുത്തെ കറൻസിയുടെ പേരാണ് റൂബിൾസ്, അതിന്റെ മൂല്യം കുറഞ്ഞു. അതുപോലെ റഷ്യയുടെ വ്യാപാര സംവിധാനം ആകെ തകർന്നു. കൂട്ടുകൃഷി സംവിധാനം അവസാനിപ്പിച്ചു അല്ലെ, കമ്മ്യൂണിസ്റ്റ് സിസ്റ്റം അവസാനിപ്പിച്ചു. സർക്കാർ സബ്സിഡി പിൻവലിച്ചു. സാമൂഹ്യക്ഷേമ സംവിധാനം ആകെ നശിപ്പിച്ചു. പണ്ഡിതരും ബുദ്ധിജീവികളും അന്യരാജ്യങ്ങളിൽ കുടിയേറി, അതായത് അവിടെ കുറച്ചും കൂടിയും അവർക്ക് എന്തെങ്കിലും രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് വിചാരിക്കുന്ന ആളുകൾ, എഡ്യൂക്കേറ്റഡ് ആളുകൾ എന്ത് ചെയ്തു, അവിടെ സ്വയം രക്ഷാർത്ഥം അവർ പല സ്ഥലത്തേക്ക് പോയി. അതുപോലെ തന്നെ സാമ്പത്തിക അസമത്വം വർദ്ധിച്ചു. IMF-ഉം ലോക ബാങ്കിന്റെയും സ്വാധീനം വർദ്ധിച്ചു. ശരിക്കും IMF-ഉം ലോക ബാങ്കും കൂടിയാണ് ശരിക്കും ഈ ഒരു പേര് ഷോക്ക് തെറാപ്പി എന്ന പേരിനെ കൊടുക്കുന്നത് അല്ലെ. അപ്പൊ ഇത്രയുമാണ് ഷോക്ക് തെറാപ്പിയുടെ ഭാഗമായിട്ട് ആ സന്ദർഭത്തിൽ അവിടെ സംഭവിച്ച കാര്യങ്ങൾ. നിർബന്ധമായും അതിന്റെ കോൺസിക്വൻസ് നിങ്ങൾ പഠിച്ചു വെക്കണം, എക്സാമിന് ചോദിക്കാറുണ്ട്. അടുത്തൊരു ചോദ്യം, അമേരിക്കൻ ഹെജുമണി ഹാസ് മിലിറ്ററി, എക്കണോമിക് ആൻഡ് കൾച്ചർ ഡയമെൻഷൻ, ഡിസ്ക്രൈബ് ദ 3 different aspects of US hegemony. മക്കളെ US hegemony എക്സാമിന് ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 8 മാർക്കിന്റെ എസ് ആയിട്ടും ചോദിക്കാം, ഒരു 6 മാർക്കിന്റെ അല്ലെങ്കിൽ 5 മാർക്കിന്റെ ഷോർട്ട് എസ് ആയിട്ടും ചോദിക്കാം. അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു ടോപ്പിക് ആണ്. അപ്പൊ നിങ്ങൾ പ്രധാനമായും 3 കാര്യങ്ങളല്ലേ, ഹാർഡ് പവർ, സ്ട്രക്ചറൽ പവർ, സോഫ്റ്റ് പവർ അല്ലെ. എന്താ ഹാർഡ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളമാണ് ഈ ഹാർഡ് പവറിൽ നമ്മൾ ശരിക്കും ഉദ്ദേശിക്കുന്നത്, നമ്മുടെ അമേരിക്കയുടെ സൈനിക ശക്തി നമ്മൾ എടുത്ത് കാണിക്കുന്നത് അല്ലെ. The hard power implies the dominance of superpower on ground of military power. സൈനിക ശക്തിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പറഞ്ഞില്ലേ, എന്താണ് അമേരിക്കയുടെ കരുത്തുറ്റ സൈനിക ശേഷി നമ്മളിവിടെ കാണിക്കുന്നത്. എന്തൊക്കെയാണ് സൈനിക ശേഷി, കരുത്തുറ്റ സൈനിക ശേഷിയായി മാറുന്ന കാര്യങ്ങൾ? ഒന്ന്, superiority in military power and US military power is absolute and relative അല്ലെ. അതായത് സുശക്തമായ സൈന്യമാണ് അമേരിക്കയുടെ സൈനിക ശക്തി അപാരമാണ്. അമേരിക്കൻ സൈന്യത്തിന് ഭൂഗോളത്തിന്റെ ഏത് കോണിൽ വേണമെങ്കിലും കൃത്യമായി സംഹാരാത്മകമായി പ്രഹരമേൽപ്പിക്കാൻ കഴിയും. അതായത് അമേരിക്കയുടെ ലോകത്തിന്റെ ഏത് കോണിലേക്കും കൃത്യമായി ഡയറക്ഷൻ കൊടുത്ത് അറ്റാക്ക് ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്, അമേരിക്കക്കുണ്ട്. അതുപോലെ സൈനിക ശക്തി സമ്പൂർണ്ണവും ആപേക്ഷികവുമാണ്. ലോകത്ത് എവിടെയും അമേരിക്ക സംരക്ഷണം നൽകാൻ അവർക്ക് കഴിയും. ബജറ്റിന്റെ നല്ലൊരു ഭാഗം സൈനിക ചെലവിനെ അവർ മാറ്റിവെക്കാറുണ്ട്. ലോകത്തിലെ വൻ ശക്തികളായ 12 രാജ്യങ്ങളെ സൈനിക ചെലവ് അമേരിക്ക മാത്രം ഒറ്റ കൊല്ലം ചെലവാക്കുന്നില്ല. അത്രത്തോളം അവർ എവിടേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, അമേരിക്ക സൈന്യത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ അമേരിക്കയുടെ സ്ട്രക്ചറൽ പവർ, ഹാർഡ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയുടെ സൈനിക ശക്തിയാണ് ഇവിടെ കാണിക്കുന്നത്, പഠിച്ചു വെക്കുക. രണ്ടാമത്തത് സ്ട്രക്ചറൽ പവർ ആണ്, ഘടനാപരമായ ശക്തി. എന്താ ഘടനാപരമായ ശക്തി എന്ന് പറഞ്ഞാൽ, ഘടനാപരമായ ശക്തി നമ്മൾ പറയും പൊതുവായി ആവശ്യമുള്ള സാധനങ്ങൾ ലഭ്യമാക്കുന്നത് അമേരിക്ക വലിയ പങ്കുണ്ട്. എന്താ പൊതുവായ പബ്ലിക് ഗുഡ്സ് അല്ലെ. പബ്ലിക് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കിട്ടേണ്ട കുറെ സാധനങ്ങൾ എന്തൊക്കെയാ, ഫോർ എക്സാമ്പിൾ ഇതാ എന്താണ് സീ ലൈൻ കോസ്റ്റ്, അതേപോലെ ഇന്റർനെറ്റ്, ഇത്തരത്തിൽ എല്ലാവർക്കും വേണ്ട കാര്യങ്ങൾ ലോകത്തിലേക്ക് കൊടുക്കുന്ന അമേരിക്ക അല്ലെ. അമേരിക്കൻ ഡോളറിന്റെ ആധിപത്യം നിലനിൽക്കുന്നുണ്ട്. ലോക വ്യാപാരത്തിൽ അമേരിക്കയുടെ പങ്ക് വളരെ കൂടുതലാണ്. ലോക സമ്പദ് വ്യവസ്ഥയിൽ അമേരിക്കയുടെ പങ്ക് 28% അല്ലെ. അതുപോലെ തന്നെ ലോക ബാങ്ക്, അന്താരാഷ്ട്ര നാണയനിധി, ലോക വ്യാപാര സംഘടന എന്നിവയിലൊക്കെ ആധിപത്യം ആർക്കുണ്ട്, അമേരിക്ക. അതുപോലെ തന്നെ MBA ഡിഗ്രി അമേരിക്കയുടെ കണ്ടെത്തലാണ്. MBA എന്ന് പറയുന്നത് ലോകത്ത് എല്ലാവരും ഫോളോ ചെയ്യുന്ന ഒരു ബിസിനസ് അഡ്മിനിസ്ട്രേഷന്റെ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിനെ എങ്ങനെ പഠിക്കാം, ഒരു അക്കാഡമിക്കലി എങ്ങനെ പഠിക്കാം എന്നുള്ള കോഴ്സാണ് MBA എന്ന് പറഞ്ഞാൽ. അതൊക്കെ അമേരിക്കയിൽ നിന്ന് വരുന്ന. അപ്പൊ പല അമേരിക്ക കൊണ്ടുവരുന്ന പല കാര്യത്തിന്റെയും ഒരു അല്ലെങ്കിൽ ലോകത്ത് നിന്ന് നടക്കുന്ന പലതിന്റെയും ഒരു സ്ട്രക്ചർ കൊണ്ടുവന്ന ആരാണ്, അമേരിക്കയാണ് എന്ന കാര്യം നോട്ട് ചെയ്ത് നോക്കുക. ഇനി അതുപോലെ അടുത്താണെന്ത്, കൾച്ചറൽ പവർ, ഹെജിമണി ആസ് എ സോഫ്റ്റ് പവർ. എന്താ സോഫ്റ്റ് പവർ? ഇവിടെ അമേരിക്കയുടെ സാംസ്കാരിക ഉന്നമനത്തെ അവിടെ കാണിക്കുന്നത് അല്ലെ. അതായത് സാംസ്കാരിക ആധിപത്യമാണ് ഇവിടെ കാണിക്കുന്നത്. നോക്ക് നിങ്ങൾ, അമേരിക്കൻ സംസ്കാരമാണ് ഇന്ന് ഏറ്റവും വശീകരണ ശക്തിയുള്ളത്. അതാണ് എല്ലാവരെയും അട്രാക്ട് ചെയ്യാൻ സാധിക്കുന്നത് അല്ലെ. എന്താ എല്ലാവരും പറയും, ഞാൻ സ്റ്റേറ്റ്സിലാണ്, ഞങ്ങൾ സ്റ്റേറ്റിൽ സെറ്റിലാണ്. പല ആളുകൾ മലയാളികളൊക്കെ പറക്കാണ് അങ്ങോട്ട് അല്ലെ. അമേരിക്കയുടെ വിസ കിട്ടാൻ കുറച്ച് പോകണം അല്ലെ. അമേരിക്കയിലെ അവിടേക്ക് വിസ കിട്ടാതെ നമ്മുടെ സാമ്പത്തിക അത്രയും അടിപൊളിയാന്ന് കാണിച്ചാൽ മാത്രമേ അങ്ങോട്ട് എടുക്കുന്നുള്ളൂ അല്ലെ. ഓക്കെ, അതുപോലെ തന്നെ നോക്ക് നിങ്ങൾ, സമ്മതിപ്പിക്കാനുള്ള ശേഷി, മേധാവിത്തിന്റെ അധീനമുള്ള രാജ്യത്തിന്റെ സമ്മതം നേടിയെടുക്കാനുള്ള കഴിവ് അല്ലെ. US establishes predominant through soft skill and cultural values. ഒരു രാജ്യത്തിന്റെ മുകളിൽ അവരുടെ സാംസ്കാരിക പവർ കൊണ്ട്, സാംസ്കാരിക എന്താണ് അവരുടെ ഒരു കൾച്ചറൽ ഡോമിനൻസ് കൊണ്ട്
പല കാര്യങ്ങളും അംഗീകരിച്ചിട്ട് അവർക്ക് സാധിക്കുന്നുണ്ട്. നോക്ക് നിങ്ങൾ, മേധാവിത ശക്തി കുറഞ്ഞ രാജ്യങ്ങളുടെ പെരുമാറ്റത്തെ പ്രത്യയശാസ്ത്രമായ വിഭവങ്ങൾ കൊണ്ട് മാറ്റിയെടുക്കാനുള്ള അമേരിക്കയുടെ ശേഷി ബലപ്രയോഗത്തെക്കാൾ പ്രേരണ കൊണ്ട് വശത്താക്കാനുള്ള ശേഷിയല്ല. അതായത് നമ്മൾ അറിയാതെ തന്നെ അമേരിക്കൻ കൾച്ചർ നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. അതാണ് അല്ലെ, നമ്മൾ അമേരിക്കയിലല്ലേ ഉഷാറന്നെ ആ ഒരു സാധനം ഉണ്ടല്ലോ, അത് നമ്മൾ അറിയാതെ നമ്മൾ ഉള്ളിൽ നിന്ന് വരുന്ന നമ്മൾ ആ അമേരിക്ക അംഗീകരിച്ചു കൊടുക്കുക അല്ലെ. അതിനെ വിളിക്കുന്ന പേരാണ് എന്താണ്, സോഫ്റ്റ് പവർ അല്ലെങ്കിൽ എന്താ, മൃദുലാകായ ശക്തി എന്ന് വിളിക്കുന്നത്. കൃത്യമായി ഈ ഒരു 3 കാര്യങ്ങൾ 3 ഡയമെൻഷൻ നിങ്ങൾ പഠിച്ചേക്കണം, എക്സാമിന് ചോദിക്കാറുണ്ട്. റെഡി? യെസ്. അപ്പൊ ഇത്രയുമാണ് മക്കളെ നമ്മുടെ ഒരു 30 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മളിപ്പോൾ കൂടുതലുള്ള കാര്യങ്ങൾ വേഗം ഇരുന്ന് പഠിക്കുക. ആകെ 15 മിനിറ്റ് നമ്മൾ മാറ്റി വെക്കുന്നുള്ളൂ. ആ 15 മിനിറ്റ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ വേഗം ചെയ്യുക, ഇരുന്ന് പഠിക്കുക. ബാക്കി വീഡിയോസ് വന്നുകൊണ്ടേയിരിക്കും. ലൈവും കൂടി കഴിഞ്ഞാൽ നാളത്തെ പരീക്ഷ സെറ്റാണ്. ഒരു ടെൻഷനും വേണ്ട. ഈ ദിവസത്തെ മുഴുവൻ അടിപൊളിയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക. അതുപോലെ തന്നെ ഒക്കെ പഠിച്ചു കഴിഞ്ഞ ആളുകൾ ഇനിയും ക്ലാസ് കാണാൻ പലരും രാവിലെ ലൈവ് തരോ ചോദിക്കുന്ന നമുക്കുള്ള പരിമിതി കൊണ്ടാണ്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നേരെ പോവുക, നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ലൈവ് ഒക്കെ എടുക്കുക, ഒന്ന് കാണാം. അതായത് കഴിഞ്ഞ മോഡൽ എക്സാമിൽ ലൈവ് ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് കാണാം. അതൊക്കെ ഒന്ന് കണ്ട് സെറ്റ് ആകുമ്പോഴത്തേക്കും നമ്മൾ വൈകുന്നേരം എന്ത് ചെയ്യും, സെറ്റാക്കും, പൊളിക്കും. ഒരു ടെൻഷനും വേണ്ട. നാളെ പരീക്ഷ 100-100 നമ്മൾ വാങ്ങും. സോറി, 80-80 നമ്മൾ വാങ്ങും. റെഡി? വൈകുന്നേരം കാണാം. ബൈ.